പ്രൈസ് ലോർഡ്. ലവ് മാരേജ് ആണോ അതോ അറേഞ്ച്ഡ് മാരേജ് ആണോ നല്ലത്, ഏതാണ് ദൈവഹിതം എന്നൊക്കെയുള്ള ആ ഒരു വിഷയത്തെ പറ്റിയാണ് ഇവിടെ ചർച്ച നടക്കുന്നത്. സഹോദരി സഹോദരന്മാർ അവരവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നു. നമുക്ക് ഓരോന്നായിട്ട് കേൾക്കാം. ഈ ഒരു ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ആധുനിക കാലഘട്ടത്തെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് മറുപടി പറഞ്ഞാൽ അത് പൂർണ്ണമാകില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് മനുഷ്യന്റെ ഉൽപ്പത്തി മുതൽ നമ്മൾ ചിന്തിച്ചു വരുന്നത് നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പം ആദം ഹൗവ തൊട്ട് പ്രത്യേകിച്ച് നോഹയുടെ പ്രളയത്തിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്നവരെ സ്പെഷ്യലായിട്ട് നമ്മൾ എടുക്കുമ്പോൾ നമുക്കറിയാം ആ കാലഘട്ടങ്ങളിലൊന്നും വിവാഹം ഉണ്ടായിരുന്നില്ല. ആ കാലഘട്ടം എന്നല്ല, അതിനുശേഷം നോഹയുടെ കാലം തൊട്ട് അബ്രഹാമിന്റെ കാലം തൊട്ട് വരുമ്പോൾ പോലും നമ്മൾ ഇന്ന് വിവാഹത്തിന് കൊടുക്കുന്ന ചില പ്രാധാന്യമോ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കൊടുക്കുന്ന രീതിയിലുള്ള സങ്കല്പങ്ങളോ ആചാരങ്ങളോ ഇതൊന്നും ആ കാലഘട്ടത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മളിത് റിവേഴ്സ് ഓർഡർ നോക്കുവാണെങ്കിൽ പുറകോട്ട് പോകും തോറും വേറൊരു എൻഡിലേക്കാണ് വിവാഹമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും പോകുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, പ്രളയത്തിന് മുമ്പുള്ള കാലഘട്ടങ്ങളിലെല്ലാം നമ്മൾ ബൈബിളിൽ പരിശോധിക്കുമ്പോൾ ആദം ഹൗവയെ പരിഗ്രഹിച്ചു. അപ്പം ഒരു മെയിൽ ഒരു ഫീമെയിലിനെ പരിഗ്രഹിച്ചു എന്നാണ് കാണുന്നത്. അല്ലാതെ അവർക്കിടയിൽ ആ വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിൽ ഒരു ചടങ്ങ് നടന്നിട്ടില്ല. വിവാഹം എന്ന് പറയുന്ന ഒരു ചടങ്ങ് നടന്നിട്ടില്ല. അവരുടെ പേരന്റ് ഇടപെട്ട് ചടങ്ങ് നടന്നതായിട്ട് ഒരിടത്തും കാണുന്നില്ല. അപ്പൊ അങ്ങനെയെല്ലാം നോക്കുമ്പോൾ ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ഇഷ്ടപ്പെട്ടാല് അവർക്ക് രണ്ടുപേർക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അവരൊന്നിച്ച് ജീവിച്ചാൻ തുടങ്ങുക, അല്ലെങ്കിൽ അവർ സെക്ഷൽ ഇന്റർകോഴ്സ് ചെയ്യുക. അപ്പൊ ആ പരിഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ പിന്നെ അവർ രണ്ടും ഒന്നായി. പഴയ നിയമ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ആദാം തൊട്ടുള്ള കാലഘട്ടങ്ങളിൽ നമ്മൾ ലിറ്ററലി നോക്കിയാൽ പരിഗ്രഹിച്ചു എന്ന് പറഞ്ഞതാണ്. വിവാഹത്തിന് ബദലായിട്ട് അവിടെ പരിഗ്രഹിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അവിടെ ഒരിടത്തും വിവാഹം നടന്നിട്ടുമില്ല. അപ്പം ആ ഒരു പരിഗ്രഹിച്ചു അല്ലെങ്കിൽ പരിഗ്രഹിച്ചു എന്ന പദം സെക്ഷൽ ഇന്റർകോഴ്സ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ആ നിമിഷം മുതൽ അവർ ഭാര്യയും ഭർത്താവുക, അവരൊന്ന്. ഇനി നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ വിവാഹം സംബന്ധിച്ച് എത്ര ഭാര്യമാരാകാം അല്ലെങ്കിൽ എത്ര ഭർത്താക്കന്മാരാകാം അല്ലെങ്കിൽ ഡിവോഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം പഴയ നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉള്ള നിയമങ്ങളാണ് പുതിയ നിയമ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഒന്ന്, പുതിയ നിയമ വിശ്വാസി ദൈവത്തോടുള്ള ബന്ധത്തിലാണെങ്കിലും മനുഷ്യരോടുള്ള ബന്ധത്തിലാണെങ്കിലും റിലേഷന്റെ മെയിൻ ഘടകം എന്ന് പറഞ്ഞാൽ ലവ്, സ്നേഹമാണ്. അപ്പൊ തൻ്റെ ഭാര്യയെ 100% സ്നേഹിക്കുന്ന ഒരു വ്യക്തി, തൻ്റെ ഭാര്യ ആയിക്കോട്ടെ ഏതൊരാളെ 100% നമുക്ക് സ്നേഹിക്കാൻ പറ്റിയെങ്കിൽ മാത്രമേ നമ്മൾ ദൈവവേദത്തിലാവുള്ളൂ. അപ്പൊ ഒരു ദൈവവേദത്തിൽ തീർച്ചയായിട്ടും സ്വന്തം ഭാര്യനെ 100% സ്നേഹിക്കണം. അങ്ങനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും രണ്ടാമത് ഒരു വിവാഹം കഴിക്കാൻ പോകത്തില്ല. അതിപ്പോ ഒരു ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഒരു ഭർത്താവിന് എന്ത് കുറവുണ്ടെങ്കിൽ പോലും മറ്റൊരു വിവാഹമല്ല ഒരു സൊല്യൂഷൻ. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒറ്റ രീതി ചിന്തിച്ചാൽ തന്നെ നമുക്കറിയാം രണ്ടു ഭാര്യമാർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഒരിക്കലും പുതിയ നിയമവിശ്വാസിനെ സംബന്ധിച്ചിടത്തോളം ആപ്ലിക്കബിൾ അല്ല. രണ്ടാമത്തെ കാര്യം, വ്യഭിചാരം നിമിത്തം അല്ലെങ്കിൽ മരണം വേർപെടുത്തുമ്പോഴല്ലാതെ മറ്റൊരു വിവാഹം കഴിക്കാനായിട്ട് പുതിയ വിശ്വാസിക്ക് ബൈബിൾ പശ്ചാത്തലത്തിൽ അനുവാദം ഇല്ല. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ കാലഘട്ടത്തിൽ നമ്മൾ വിവാഹം നടത്തുന്നത് ഓരോരോ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കണേ. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം മാലയിടും, ചിലർ താലിയിടും, ചിലർ കൈ പിടിച്ചു കൊടുക്കും. അങ്ങനെ ഓരോ കമ്മ്യൂണിറ്റിയിലും ഓരോ ആചാരങ്ങളാണ്, ഓരോ മതത്തിലും ഓരോ ആചാരങ്ങളാണ്. അപ്പൊ താരതമ്യേന ആചാരങ്ങൾ കുറവുള്ളത് ബോൺ അഗെയിൻ വിശ്വാസികൾക്കിടയിലാണ് എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മുടെ ഇടയിൽ നടക്കുന്ന ബോൺ അഗെയിൻ വിശ്വാസികളുടെ ഇടയിൽ നടക്കുന്ന കല്യാണങ്ങള് ഒരു പക്ഷെ അതിന്റെ ആ കല്യാണം എന്ന് പറയുന്നത് എല്ലാവരും കൂടെ കൂടിവരവാണോ അല്ലെങ്കിൽ കാർമികൻ അവർക്ക് വേണ്ടി ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നതാണോ, കൈ പിടിച്ചു കൊടുക്കുന്നതാണോ, ഇതിൽ ഏതാണെന്ന് ചോദിച്ചാൽ ഇതൊന്നും ബിബ്ലിക്കൽ ഇതിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളല്ല. ഇതെല്ലാം നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് അതായത് നമ്മളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ, പബ്ലിക്കിന്റെ ഇടയിൽ ജീവിക്കുമ്പോൾ മാന്യമായിട്ട് നമ്മളൊരു വിവാഹം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ചില ആചാരങ്ങളാണ് ഇതെല്ലാം. അപ്പം ഇതൊന്നും ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് ബൈബിളില് പറഞ്ഞിട്ടുമില്ല. അപ്പം വിവാഹം എന്ന് പറയുന്ന ഇങ്ങനെ ഒരു ചടങ്ങ് അത് സംബന്ധിച്ച് നമുക്കൊരു ഇൻസ്ട്രക്ഷൻ കിട്ടാത്ത സാഹചര്യത്തില്
നമ്മൾ പഴയ നിയമം തൊട്ടിങ്ങോട്ട് നോക്കുമ്പോൾ ഈ പരിഗ്രഹിച്ചു എന്ന പദമാണ് കിടക്കുന്നത് കൊണ്ട് അത് സെക്ഷൽ ഇന്റർകോഴ്സ് ആണെന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് നിന്നായിരുന്നു ഞാൻ മൊത്തം പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഒരു യഥാർത്ഥത്തിൽ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ശാരീരിക ബന്ധം ഉണ്ടാകുമ്പോഴാണ് അവരൊന്നാകുന്നത്. അപ്പോ അങ്ങനെ നോക്കുമ്പോൾ അല്ലാതെ നമ്മളിപ്പം എല്ലാവരും കൂടെ വട്ടം കൂടി ഇരുന്ന് കുറെ ആചാരങ്ങൾ ചെയ്യുക എന്നതിലുപരി ഇവര് തമ്മിൽ ശാരീരിക ബന്ധം ഉണ്ടാകുമ്പോഴാണ് അവരൊന്നാകുന്നത്. പിന്നെ നമ്മൾ എല്ലാത്തിനും ഒരു റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്, എല്ലാം നമ്മൾ ദൈവികമായ രീതിയിൽ ആലോചിച്ച് ചെയ്യുന്ന ഇതെല്ലാം നല്ല കാര്യങ്ങളാണ്. നമ്മൾ ഈ പറഞ്ഞ ഈ എല്ലാവരെയും ക്ഷണിച്ചു വരുത്തുന്നതും എല്ലാവരുടെ മുമ്പിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതും കൈപിടിച്ചു കൊടുക്കുന്നതും ഇതെല്ലാം ഒരിക്കലും ദുരാചാരങ്ങളല്ല. ഇതൊക്കെ ചെയ്യാനുള്ള ഫ്രീഡം നമുക്കുണ്ട്. പക്ഷെ ഇതെല്ലാം ചെയ്തിട്ട് അവര് തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടായില്ല, അവര് രണ്ടും ഒന്നാകുന്ന ഒരു അവസ്ഥ ഉണ്ടായില്ലെങ്കിൽ ഇതെല്ലാം വെറുതെയാണ്. ഇതെല്ലാം ലോകത്തിന്റെ മുമ്പിൽ ലോകത്തെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയുള്ള മാർഗങ്ങളാണെന്നാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ ഉദ്ദേശം. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം കല്യാണം കഴിക്കുന്നത് വ്യത്യസ്ത ജെൻഡറിലുള്ള ആളുകളായിരിക്കണം, ഒരു സ്ത്രീയും പുരുഷനും ആയിരിക്കണം എന്നുള്ളതാണ്. ഇനി തെറ്റിദ്ധരിപ്പിച്ച ഒരു സ്ത്രീയും ആണ് കല്യാണം കഴിക്കുമ്പോൾ ഒരു പുരുഷൻ കല്യാണം കഴിച്ചു, ആദ്യ ദിവസമാണ് ഭാര്യ അറിയുന്നത് എന്റെ ഭർത്താവ് യഥാർത്ഥത്തിൽ ഒരു പുരുഷനല്ല, പുരുഷത്വം ഇല്ലാത്ത ഒരാളാണെന്ന്. എന്റെ പരിമിതമായ അറിവില് അപ്പൊ അവര് തമ്മിൽ ഒരിക്കലും സെക്ഷൽ ഇന്റർകോഴ്സ് നടക്കത്തില്ല, ശാരീരിക ബന്ധം നടക്കത്തില്ല. അപ്പൊ അവരുടെ വീട്ടുകാരും ചർച്ചും എല്ലാം കൂടെ അവരുടെ കല്യാണം നടത്തി കൊടുത്തു എന്ന് കരുതി അവര് ദൈവസന്നിധിയിൽ വിവാഹിതരായോ എന്ന് ചോദിച്ചാൽ ആയിട്ടില്ല എന്ന് പറയാനാണ് എന്റെ അറിവ്. കാര്യം ഒരു കാലഘട്ടത്തിൽ അവർക്ക് ശാരീരികമായിട്ട് ഒന്നാവാൻ പറ്റത്തില്ല, ഈവൻ മാനസികമായിട്ട് ഒന്നായ പോലും. അപ്പോ ആ വിവാഹം ദൈവസന്നിധിയിൽ വാലിഡ് ആകില്ല എന്നതാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. നിങ്ങൾ ആരെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ തിരുത്താൻ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറുമാണ് കേട്ടോ. അപ്പൊ ഈ ഒരാശയം ഞാൻ പറയാൻ കാരണം പഴയ നിയമത്തിൽ പരിഗ്രഹിച്ചു എന്നാണ് പലയിടത്തും കാണുന്നത്, അതുകൊണ്ടാണ്. അപ്പൊ ഈ പരിഗ്രഹിക്കുക അല്ലെങ്കിൽ സെക്ഷൽ ഇന്റർകോഴ്സ് എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സിലൂടെയാണ് സ്ത്രീയും പുരുഷനും ഒന്നാകുന്നത് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഞാൻ ഈ കാര്യം പറഞ്ഞു വെച്ചത്. അപ്പൊ ഞാൻ ഇതിന്റെ സബ്ജക്റ്റിലേക്ക് വന്നാല്, ഈ അറേഞ്ച്ഡ് മാരേജ് ആണോ ലവ് മാരേജ് ആണോ നല്ലത്, അല്ലെങ്കിൽ ലവ് മാരേജ് ബിബ്ലിക്കലി നിലനിൽക്കുന്നതാണോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളോട് നമ്മൾ അഡ്രസ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ കാര്യം, അപ്പൊ അറേഞ്ച്ഡ് മാരേജ് അതായത് ഒരു പുരുഷൻ സ്ത്രീയെ സ്വന്തമായിട്ട് ഒരു സ്ത്രീയെ കണ്ടു, ഇഷ്ടപ്പെട്ടു, ആ സ്ത്രീയെ വിവാഹം കഴിക്കുമ്പോൾ അതിലൊരിക്കലും ഒരു തെറ്റില്ല. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട മാനദണ്ഡം ഇത്രേ ഉള്ളൂ. ബൈബിള് പറഞ്ഞിട്ടുള്ളത് നമ്മൾ വിവാഹം കഴിക്കുന്നത് ഒരു വിശ്വാസിയായിരിക്കണം. അതായത് സ്ത്രീയും പുരുഷനും രണ്ടുപേരും സത്യദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കണം. മറ്റൊരു ദൈവത്തെ ആരാധിക്കുന്ന അന്യ ദൈവത്തെ ആരാധിക്കുന്ന ഒരാളെ ആയിരിക്കരുത് നമ്മൾ പാർട്ട്ണറായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ഇത് മാത്രമേ മാനദണ്ഡമുള്ളൂ. അപ്പം അതൊരു പുരുഷന് ഒരു സ്ത്രീയെ കണ്ടിഷ്ടപ്പെട്ടു, സ്ത്രീക്കും തിരിച്ചിഷ്ടപ്പെട്ടു, അവർ വിവാഹം കഴിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷെ നമ്മൾ ലോകപ്രകാരം ചിന്തിക്കുമ്പോൾ മാതാപിതാക്കളോടൊക്കെ പറഞ്ഞ് സമൂഹത്തെ എല്ലാം വിളിച്ച് അങ്ങനെ നടത്തുമ്പോഴാണ് ലോകത്തിന്റെ മുമ്പിൽ നമുക്കൊരു മാനം കിട്ടുന്നത്. അത് നല്ലൊരു, അതായത് നമ്മളെ പെറ്റു വളർത്തിയ മാതാപിതാക്കളോടുള്ള ബഹുമാനമാണ്, റെസ്പെക്റ്റ് ആണ്, അതെല്ലാം നമ്മൾ ചെയ്യേണ്ടതാണ്. നമ്മൾ ഈ വിവാഹം എന്ന് പറയുന്ന ഒറ്റ പോയിന്റിൽ മാത്രം നിന്നുകൊണ്ട് പറയുമ്പോഴാണ് ഞാൻ അത് കൺസിഡർ ചെയ്യാതെ പോകുന്നത്. തീർച്ചയായിട്ടും നമ്മൾ കണ്ടെത്തുന്ന ഒരു പെണ്ണിനെ അല്ലെങ്കിൽ പുരുഷനെ കണ്ടെത്തി കഴിയുമ്പോൾ രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മളത് വീട്ടിൽ കൺവിൻസ് ചെയ്ത് നടത്തുകയാണ് എപ്പോഴും നല്ലത്. പക്ഷെ ചില കേസുകളിൽ വീട്ടുകാർ കൺവിൻസ് ആയില്ല എന്ന് കരുതുക. ഇപ്പോ ഇതിൽ തന്നെ നമ്മൾ ചിന്തിക്കുന്ന വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഒന്ന്, വിവാഹപ്രായമാകുന്ന സമയത്ത് നമ്മുടെ മുൻവിധികളും നമ്മുടെ ആഗ്രഹങ്ങളും ഒക്കെ തന്നെ നടക്കണമെന്ന നിർബന്ധമില്ലാതെ നമ്മൾ ദൈവസന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ് എപ്പോഴും നല്ലത്. എൻ്റെ ബലഹീനതകളും എൻ്റെ കുറവുകളും എൻ്റെ അഡ്വാൻറ്റേജസും എല്ലാം എന്നേക്കാൾ നന്നായിട്ട് അറിയുന്നത് ദൈവത്തിനാണ്. അപ്പൊ ദൈവം എനിക്ക് തക്ക തുണയ ദൈവം തന്നെ തരുവാണെങ്കിൽ ഉള്ളൊരു ഗുണം രണ്ടുപേരും തമ്മിൽ ബാലൻസ്ഡ് ആയിട്ട് പോകും. അതായത് എൻ്റെ കുറവുകളെ മാനേജ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി എൻ്റെ പാർട്ട്ണറിനുണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള ജീവിതം പെർഫെക്റ്റ് ആയിട്ട് പോകും. അപ്പൊ അങ്ങനെ ഒരു പെർഫെക്റ്റ് പാർട്ട്ണറെ തരാൻ ദൈവത്തിനെ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കാനായിട്ട് പ്രായമാകുമ്പോൾ മുതൽ ഒരാണായാലും പെണ്ണായാലും പ്രാർത്ഥിക്കേണ്ടത് ദൈവമേ എൻ്റെ പെർഫെക്റ്റ് പാർട്ട്ണറെ തരണമെന്നാണ്. അപ്പൊ അവിടെയുള്ളൊരു വിഷയം, ദൈവം അങ്ങനെ ഒരു പെർഫെക്റ്റ് പാർട്ട്ണറെ തരുമ്പോൾ നമ്മൾ ഈ ലോകപ്രകാരം നമ്മുടെ പല ഇഷ്ടങ്ങളും കൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കാഴ്ചപ്പാടിലുള്ള ഒരാളാകണമെന്നില്ല. അപ്പോൾ അതാ ഞാൻ ആദ്യം പറഞ്ഞേ, നമ്മുടെ ഇഷ്ടവും മുൻവിധിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് ഓഫ് കോഴ്സ് നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ ദൈവത്തോട് പറയാം, ദൈവം എനിക്ക് ഇന്ന ആഗ്രഹങ്ങളുണ്ടെന്ന്. ഇപ്പം ജീസസ് ക്രൈസ്റ്റ് ക്രൂസിഫിക്കേഷന് മുമ്പ് പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ
കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്ത് നീക്കണം, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പിതാവിനോട് പറയുന്നുണ്ട്. അപ്പം അവിടെ യേശു പറയുന്നുണ്ട് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എടുത്ത് മാറ്റണം എന്നതുപോലെ നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾ ദൈവത്തോട് പറയാം. എങ്കിലും അതിന്റെ കൂടെ പറയേണ്ട ഒരു എങ്കിലും എന്റെ ഇഷ്ടമല്ല ദൈവത്തിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് സമർപ്പിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇഷ്ടങ്ങൾ കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്, ദൈവത്തിന്റെ പദ്ധതി ഉള്ളതാണ്, ദൈവം തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യും. എനിവേ ദൈവം തരുന്നതിനെ സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് ലൈഫ് ലോങ് പെർഫെക്റ്റ് ആയിട്ട് കുടുംബജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് പറ്റുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് ആലോചന ചോദിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കുടുംബത്തോട് ആലോചന ചോദിക്കുക എന്നുള്ളത് സെക്കൻഡറി കാര്യമാണ്. പിന്നെ ഈ ലവ് മാരേജ് എന്ന് വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ഒരു പെണ്ണിനെ കണ്ടുമുട്ടി അവര് തമ്മിൽ പരസ്പരം ഇഷ്ടമായി അവർ വിവാഹം കഴിക്കുന്ന കാര്യമാണ്, വർഷങ്ങൾ പ്രേമിച്ച് കിടക്കുന്ന കാര്യമല്ല. അപ്പം പ്രേമം സംബന്ധിച്ച് 1 തിമോഥെയോസിലാണെന്ന് തോന്നുന്നു ഒരു വചനമുണ്ട്, കാമുകി ആയവളോ ചത്തവൾ എന്നാണ് തോന്നുന്നു. അവിടെ മലയാളത്തിൽ കാമുകി എന്നാണെങ്കിലും നമ്മള് മറ്റ് ട്രാൻസ്ലേഷനിൽ ഇംഗ്ലീഷിലൊക്കെ നോക്കുമ്പോൾ കാമുകി എന്നൊരർത്ഥത്തിലല്ല അതായത് ഈ ജഡത്തിന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാനായിട്ട് നടക്കുന്ന ആളുകളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഈ പ്രേമത്തിൽ നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് തമ്മിൽ ഫ്യൂച്ചറിൽ വിവാഹം കഴിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പോ ഞാനീ പറഞ്ഞു പഴയ നിയമത്തില് സെക്ഷൽ ഇന്റർകോഴ്സ് നടക്കുമ്പോൾ അത് ദൈവസന്നിധിയിൽ അതൊരു വിവാഹമായിട്ട് അവിടെ നടക്കണേ. അപ്പൊ പുതിയ നിയമ കാലഘട്ടത്തിലും നമ്മൾ ഈ ചർച്ച് നടത്തുന്ന ചടങ്ങ് ആണ് വിവാഹം എന്ന് ഒരിക്കലും നമുക്ക് തെളിയിക്കാൻ പറ്റത്തില്ല. അങ്ങനെ നോക്കുമ്പോൾ വിവാഹത്തിന് മുമ്പ് ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരു ഇന്റർകോഴ്സ് നടന്നു കഴിഞ്ഞാൽ അവർ രണ്ടും ഒന്നായി. ലോകം അതിന് അംഗീകാരം കൊടുത്തോ ഇല്ലയോ എന്നുള്ളതല്ല, അതിനുശേഷം അവർ തമ്മിൽ ഒന്നിച്ച് ജീവിക്കാതെ ഇവർ രണ്ടും വേറെ ആളുകളെ തെരഞ്ഞെടുത്തു ലോകപ്രകാരം കല്യാണം നടത്തി അവർ സെക്ഷൽ ഇന്റർകോഴ്സ് ചെയ്താൽ ആദ്യം ചെയ്തതാണ് വാലിഡ് ആയിട്ടുള്ളത്, രണ്ടാമത് ചെയ്യുന്ന ആള് ആദ്യം ചെയ്ത ആളോട് ഉള്ള ബന്ധത്തിൽ വ്യഭിചാരം ചെയ്യുവാണെന്നാണ് ഞാൻ പറയാൻ വരുന്ന ഒരു പോയിന്റ്. ഫോർ എക്സാമ്പിൾ, ഒരു വ്യക്തി കോളേജ് ലൈഫിൽ മറ്റൊരു സ്ത്രീയായിട്ട് സെക്ഷൽ ഇന്റർകോഴ്സ് ചെയ്തു, ലൈൻ അടിച്ച് നടന്ന് അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ഒന്നിലധികം ആൾക്കാരോട് ചെയ്തു. അപ്പോൾ ഒരാളുമായിട്ട് ചെയ്തപ്പോൾ തന്നെ ശരിക്കും എന്താ പറയുക, ജീവിത പങ്കാളിയായിട്ട് മാത്രം വിശുദ്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം അത് അങ്ങനെ ചെയ്യുമ്പോൾ അന്ന് മുതൽ അപ്പം ഒരാൾ അത് വിവാഹത്തിന് മുമ്പാണെങ്കിലും ശേഷമാണെങ്കിലും ഈ സെക്ഷൽ ഇന്റർകോഴ്സ് ചെയ്താൽ ആ നിമിഷം മുതൽ അവർ ജീവിത പങ്കാളികളായിട്ട് ജീവിക്കേണ്ടവരാ ദൈവസന്നിധിയിൽ, അവർ പിന്നെ ഒന്നാകേണ്ടവരാ. അപ്പൊ എന്നിട്ട് പിന്നീട് ലോകപ്രകാരം ഒരു വിവാഹം നടത്തി വേറെ ആളുടെ അടുത്ത് പോകുമ്പോൾ പിന്നെ അത് വിചാരമാകണേ. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ശരിക്കും വിവാഹത്തിന് മുമ്പ് മറ്റുള്ളവരോടായിട്ടുള്ള ഈ റിലേഷൻസ്, ശാരീരികമായ റിലേഷൻസ് വലിയ അപകടകരമായ ഒരു കാര്യമാണ്. അപ്പം ഈ സ്നേഹിച്ച് കെട്ടുക എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കപ്പെടുന്ന സാഹചര്യം വരുവാന്നിരിക്കട്ടെ നമ്മൾ വിശ്വാസികൾക്കിടയിൽ, അപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം ഈ സ്നേഹിക്കുന്നവർ തമ്മിൽ ഒരു എന്ത് സ്നേഹമാണെന്ന് പറഞ്ഞാൽ അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഒരു ശാരീരിക ബന്ധത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. 100 പേരുടെ 100 പേരുടെ കേസിൽ നടന്നില്ലെങ്കിൽ 50 പേരുടെ 20 പേരുടെ കേസിൽ അങ്ങനെ വരാൻ സാധ്യത. കാര്യം ഇതെല്ലാം നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. ചില സാഹചര്യങ്ങൾ അങ്ങനെ പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ പോയാൽ അതിനുശേഷം ഇവർ കല്യാണം കഴിക്കുന്നത് യാതൊരു നിർബന്ധമില്ല. അപ്പൊ കല്യാണം കഴിക്കുമ്പോൾ വേറെ സ്ത്രീ ആകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ സാഹചര്യത്തിലും പ്രേമിച്ച് കുറെ നാൾ നടന്ന്, അതായത് ഇന്ന് നമ്മൾ ലോകത്ത് കാണുന്ന നീണ്ട പ്രേമങ്ങളുണ്ടല്ലോ, അങ്ങനെ നടന്ന് വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പ്രാക്ടീസ് അല്ല. പക്ഷെ വിവാഹപ്രായമാകുന്ന സമയത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുക, അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ നമുക്ക് ദൈവം കാണിച്ചു തന്നാണെന്ന് തോന്നുന്ന ഒരു സ്ത്രീയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇനി അതല്ല, വിശ്വാസിയായ മറ്റൊരു സ്ത്രീയെ നമുക്ക് കണ്ടു ഇഷ്ടപ്പെട്ടു, രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ട ആ സ്ത്രീയെ കല്യാണം കഴിക്കുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല. അത് ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവം തന്നതാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് മുമ്പോട്ട് പോകും. പിന്നെ വീട്ടുകാരെ കൺവിൻസ് ചെയ്താണ് ഈ കല്യാണം നടത്തുന്നത് എന്നുണ്ടെങ്കിൽ ഹോൾ ഫാമിലി ഒന്നായിട്ട് വലിയ കുഴപ്പമില്ലാതെ പോകും. അപ്പോൾ ഇപ്പൊ ചില സാഹചര്യങ്ങളിൽ ഇപ്പൊ ഒരു വിശ്വാസി ദൈവം തരുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ ദൈവം സജസ്റ്റ് ചെയ്യുന്ന ആളെ മതി, പ്രത്യേകിച്ച് ആഗ്രഹങ്ങളോ മാനസികമായിട്ടുള്ള ഒന്നും ഇല്ല വേണ്ട എന്ന് ചിന്തിച്ചിരുന്നാലും ചില പാരന്റ്സ് ചിലപ്പോൾ അവർക്ക് പല കൂട്ടം ഡിമാൻഡ്സ് കാണും, അത് സ്ത്രീധനായിട്ടും അങ്ങനെയുള്ള പല രീതിയിലൊക്കെ. അപ്പം അതല്ല, പേരൻസ് വിശ്വാസികളാണെങ്കിലും വിശ്വാസിക്ക് ഒത്ത ക്യാരക്ടേഴ്സ് ഉണ്ടാവുന്നവർ ആകണമെന്നില്ല. ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ദൈവം കാണിച്ചു തന്ന ഒരു പാർട്ട്ണർ ആണെന്ന് ഉറപ്പുണ്ടെങ്കിൽ പാരന്റ്സ് വിശ്വാസിക്ക് ഒത്തവണ്ണം അല്ല ആ ഒരു വധുവിനെ അല്ലെങ്കിൽ വരനെ റിജക്ട് ചെയ്യുന്നതെങ്കിൽ പാരന്റ്സിനെ കൺസിഡർ ചെയ്യണമെന്നും യാതൊരു നിർബന്ധവുമില്ല. അപ്പൊ ഇതെല്ലാം വിശ്വാസികളാണെങ്കിലും അവരുടെ ഓരോരുത്തരുടെ സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതിലെല്ലാം ഡിസിഷൻ എടുക്കേണ്ടത്. ഇനി ഒരു നോർമൽ കേസിലാണെങ്കിൽ എപ്പോഴും നല്ലത് ഒന്ന് വിവാഹപ്രായമാകുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ ദൈവം തക്ക തുണയെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഇവനൊരു മാട്രിമോണിയിൽ പോലും രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ല. യഥാർത്ഥത്തിൽ ദൈവസന്നിധിയിൽ താഴ്ന്നിരുന്ന് ദൈവത്തിൽ നിന്ന് കിട്ടുന്നത് സന്തോഷത്തോടെ സ്വീകരിക്കാൻ തയ്യാറായിട്ടിരിക്കുന്ന ഒരാളെ കണ്ടില്ലെന്ന് അടിക്കുന്ന ദൈവമല്ല, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ആളെ തന്നെ ദൈവം കാണിച്ചു തരും. അങ്ങനെ ഒത്തിരി എക്സ്പീരിയൻസുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുന്നുണ്ട്. നമുക്ക് അങ്ങനെ കാത്തിരിക്കാനുള്ള ഫെയ്ത്തും ക്ഷമയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും മാട്രിമോണി വഴിയൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടി വരുന്നത്. അപ്പൊ അങ്ങനെ കാത്തിരിക്കുന്നവർക്ക് സംബന്ധിച്ചിടത്തോളം ദൈവം കറക്റ്റ് സമയത്ത് എങ്ങനെയെങ്കിലുമൊക്കെ ആ പാർട്ട്ണർ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരും. അത് തീർച്ചയായിട്ടും വീട്ടിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ വീട്ടുകാർക്കും അത് താല്പര്യമായിരിക്കും. കുടുംബത്തിലുള്ള എല്ലാവരും കൂടെ ഏകമനസ്സോടെ ഒരു തീരുമാനം എടുത്ത് ആ ആളെ സ്വീകരിക്കാനുള്ള, ഞാൻ യഥാർത്ഥ വിശ്വാസിയായിട്ട് ജീവിക്കുന്നവരുടെ കാര്യം പറഞ്ഞത്, ബോണഗേനാണെന്ന് അവകാശപ്പെടുന്നവരുടെ കാര്യമല്ല, ബോണഗേനായിട്ട് ജീവിക്കുന്നവരുടെ കാര്യം പറയുന്നത്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ലോകപ്രകാരമുള്ള ഒരു തോട്ട്സും
വെച്ചല്ല, ശരിക്കും ഓരോരുത്തരും ആ വിഷയം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പോസിറ്റീവായിട്ടൊരു ഗൈഡൻസ് തീർച്ചയായിട്ടും കൊടുക്കും. ഫാമിലി ആയിട്ട് ഒന്നിച്ച് ഒരു ഡിസിഷൻ എടുക്കാൻ ദൈവം സഹായിക്കും. അങ്ങനെയുള്ള ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം, യഥാർത്ഥ വിശ്വാസികളുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, ഇവൻ മാരേജ് എന്നല്ല, ഏതൊരു വിഷയമാണെങ്കിലും എല്ലാവരും തമ്മിൽ ഡിസ്കസ് ചെയ്തതിനു ശേഷം എല്ലാവർക്കും ഏക മനസ്സോടെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും. കാരണം എല്ലാവരും ആൾക്കാർ ചിന്തിക്കാത്ത കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇവിടെ സ്റ്റഡി ചെയ്യാതെ ഇട്ട്, ഒട്ടും സ്റ്റഡി ചെയ്യാതെ പെട്ടെന്ന് മനസ്സിൽ വന്ന കാര്യം ഇട്ട് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ബിബ്ലിക്കലി മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ മറ്റ് മോറലി മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, അത് തിരുത്തി തരിക. പെട്ടെന്ന് ഒന്ന് റെസ്പോണ്ട് ചെയ്ത ഒരാളുടെ ഒരു മെസ്സേജ് ആയിട്ട് മാത്രം കണ്ടാൽ മതി. താങ്ക് യു. നമസ്തേ ഓൾ, ദൈവനാമത്തിന് സ്തുതി. ഇന്നത്തെ വിഷയം ലവ് മാരേജ്, അറേഞ്ച് മാരേജ് തമ്മിലുള്ള വ്യത്യാസം ബൈബിൾ അനുസരിച്ച് എന്താണ് പറയുന്നത് എന്നാണല്ലോ. തീർച്ചയായിട്ടും പഴയ നിയമത്തിൽ വിവാഹ ചടങ്ങുകൾ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ വായിക്കാൻ പറ്റുന്നത്. വിവാഹത്തിന് കൊടുത്തും വാങ്ങിയും പോന്നു എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്. യേശുക്രിസ്തു കനാനിലെ വിവാഹ ചടങ്ങിന് പങ്കെടുത്തു എന്ന് നമ്മൾ വായിക്കുമ്പോൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വിവാഹ ചടങ്ങുകൾ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ലവ് മാരേജ്, അറേഞ്ച് മാരേജ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഉൽപ്പത്തി 26:34 ഏശാവിന് 40 വയസ്സായപ്പോൾ ഹിത്യനായ ബേരിയുടെ മകൾ യഹൂദിത്തിനെയും ഹിത്യനായ ഏലാമിന്റെ മകൾ ബാസമത്തിയെയും വിവാഹം ചെയ്തു. അവർ ഇസഹാക്കിനും റിബേക്കയ്ക്കും സങ്കടത്തിന് കാരണമായി തീർന്നു എന്ന് നമ്മളിവിടെ വായിക്കുന്നു. ഇവിടെ ഏക ദൈവത്തിനെ ആരാധിക്കുന്ന ഒരു ജാതിയും അന്യ ദൈവങ്ങളെ ആരാധിക്കുന്ന മറ്റൊരു ജാതിയും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ ഇവിടെ മനസ്സിലാക്കുന്നത്. ഇപ്പം ഇസഹാക്കും റിബേക്കയും മകനായ ഏശാവിന് ഭാര്യയെ അന്വേഷിക്കുമായിരുന്നെങ്കിൽ സ്വന്തം ജാതിയിലെ ഒരു പെണ്ണിനെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഏശാവ് ഇവിടെ ഭാര്യമാരായി കൊണ്ടുവന്നത് ഹിത്യരായ സ്ത്രീകളെയാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഇസഹാക്കിനും റിബേക്കയ്ക്കും സങ്കടത്തിന് കാരണമായി തീർന്നു എന്ന് പറയുന്നത്. പിന്നെ ഉൽപ്പത്തി 28:6 പറയുന്നു, ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിച്ചുവെന്നും പദ്ദൻ ഹറാമിൽ നിന്ന് ഒരുവളെ ഭാര്യയായി സ്വീകരിപ്പാൻ അവനെ അവിടേക്ക് അയച്ചുവെന്നും ഏശാവ് അറിഞ്ഞു. അങ്ങനെ അനുഗ്രഹിക്കുമ്പോൾ നീ കനാന്യ സ്ത്രീകളിൽ ആരെയും വിവാഹം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിരുന്നു. അപ്പൊ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് പേരൻസ് മക്കളെ ഏത് രീതിയിൽ അവര് ശരിയും തെറ്റും പറഞ്ഞു കൊടുക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ബൈബിൾ അനുസരിച്ച് എനിക്ക് ഈ പോയിന്റാണ് പറയാനുള്ളത്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ലവ് മാരേജ് എന്ന് പറയുമ്പോൾ, നമ്മുടെ സമൂഹത്തിൽ ലവ് മാരേജ് എന്ന് പറയുമ്പോൾ, പണ്ടത്തെ കാലത്ത് ലവ് മാരേജ് എന്ന് പറയുമ്പോൾ അതിനൊരു ഓപ്ഷനും ഇല്ലായിരുന്നു. അത് വലിയ തെറ്റായിരുന്നു, അവകാശമേ ഇല്ലായിരുന്നു. പക്ഷെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് അന്യജാതികളെ ആകാൻ പാടില്ല, പക്ഷെ മക്കള് ഒരു ലവ് മാരേജ് കഴിച്ച് അത് സ്വന്തം ജാതിക്കാരായിരുന്നെങ്കിൽ അവർ ഒരു രീതിയിൽ സമ്മതിക്കുമായിരുന്നു. പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് പേരൻസ് എന്ത് പറയായിരുന്നു, ഞാൻ തന്നെ കേട്ടിട്ടുണ്ട്, ഏത് ജാതിയാണെങ്കിലും വേണ്ടില്ല, ഒരു നല്ല ഒരു മനുഷ്യനെ കൊണ്ടുവന്നാൽ മതി എന്ന് പറയുന്നത് പോലെ കാലം മാറി. പക്ഷെ ഇപ്പോഴത്തെ പേരൻസ് എന്തുമായിരിക്കും അവര് ചിന്തിക്കുന്നത്, അവര് പ്രാർത്ഥിക്കുന്നത്, സ്വന്തം മക്കള് ഒരു ഓപ്പോസിറ്റ് സെക്സിനെ കൊണ്ടുവന്നാൽ മതിയായിരുന്നു എന്നല്ലേ ഇപ്പോഴത്തെ കാലത്ത് പേരൻസ് ചിന്തിക്കുന്നത്. അപ്പം കാലം മാറുന്ന അനുസരിച്ച് ആ ഒരു സിസ്റ്റമിലും മാറ്റങ്ങൾ വരുവാണ് എന്നാണ്. പണ്ടെന്ന് പറയുമ്പോൾ ഒരു ഭർത്താവായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നതും കുടുംബം നടത്തിക്കൊണ്ടിരുന്നത്, ഭാര്യ മക്കളെ നോക്കുമായിരുന്നു, കുക്കിംഗ് ചെയ്യുമായിരുന്നു, ഇങ്ങനെയൊക്കെ. പക്ഷെ ഇപ്പം സ്ത്രീകള് ജോലി ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞിട്ട് എല്ലാം മാറി, അവരായിരിക്കും വീടിനെ ഭരിക്കുന്നത്. അപ്പൊ ഇതുമാതിരി എല്ലാ കാര്യങ്ങളിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം മക്കൾക്ക് ശരിയും തെറ്റും നല്ലതും ചീത്തയും പറഞ്ഞു കൊടുക്കേണ്ട പേരൻസ് തന്നെ വഴിവിട്ട ജീവിതവും അവിഹിതം ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരു സമൂഹത്തിലാണ്, ആ ഒരു കാലഘട്ടത്തിലാണ് ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ മക്കൾക്ക് എങ്ങനെയാണ് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് മനസ്സിലാകുന്നത്? പിന്നെ ഒരു അറേഞ്ച് മാരേജ് എന്ന് പറയുമ്പോൾ അത് എപ്പോഴും പേരൻസ് കഷ്ടപ്പെട്ടായിരിക്കും, നല്ല ആലോചിച്ച് ആയിരിക്കും ഒരു കല്യാണം ചെയ്ത് കൊടുക്കുന്നത് മക്കൾക്ക്. പക്ഷെ അത് ഒരു മാസം പോലും ചിലതൊക്കെ നടക്കത്തില്ല. ഡൈവോഴ്സ് വേണമെന്ന് പറഞ്ഞ് വന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന നമ്മൾ കാണുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഇപ്പം ലവ് മാരേജ് ആണെങ്കിലും 8 വർഷം 10 വർഷം ഒക്കെ പ്രണയിച്ചിട്ട് കല്യാണം കഴിപ്പിച്ച് കൊടുത്താലും ഇല്ല, കല്യാണം അവർ കഴിഞ്ഞിട്ട് അവർ പെട്ടെന്ന് തന്നെ ഡിവോഴ്സിന് അവർ ശ്രമിക്കുന്നതായിട്ടും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ഇത് എല്ലാ സമയത്തും ഇത് ശരിയാവണമെന്നൊന്നുമില്ല. ശരി ഏത് തെറ്റ് ഏത് എന്ന് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ക്രിസ്തു വേണം എന്നാണ്, നമ്മൾ ക്രിസ്തുവിനെ അറിയണം എന്നാണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ഞാൻ തന്നെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, നമ്മുടെ മക്കള് ഇൻ കേസ് ലവ് മാരേജ് ആണെങ്കിൽ ഒരു ക്രിസ്ത്യാനി ആയിരിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം എനിക്ക് പറയാനുള്ള എന്തുവാന്ന് പറഞ്ഞാൽ, ക്രിസ്ത്യാനി ആയിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഉള്ള സമൂഹത്തില് ക്രിസ്ത്യാനികൾ ആരും ക്രിസ്തുവിനെ അറിയുന്നില്ല എന്നുള്ളതാണ്. എവിടെ ഏത് കുടുംബത്തില്
പൗലോസിന്റെ സുവിശേഷം പഠിക്കാനുള്ള ഒരു ഒരു അവകാശം കിട്ടുമോ, മനസ്സിലാക്കാനുള്ള ആ ഒരു റൈറ്റ് ഡിവിഷൻ എന്ന് പറയുന്ന കാര്യം നമ്മൾ പഠിപ്പിക്കുകയും മനസ്സിലാക്കാൻ ചെയ്യാൻ പറ്റുമോ, ആ കുടുംബത്തിൽ ആ മക്കളില് തീർച്ചയായിട്ടും ക്രിസ്തു എന്തുവാണെന്ന് ക്രിസ്തു അവരുടെ ഉള്ളിലായിരിക്കും. അപ്പൊ ആ ഒരു ദൈവാത്മാവാണ് അവരെ ഇങ്ങനത്തെ സാഹചര്യത്തിൽ അവരെ കറക്റ്റായിട്ട് നയിക്കുന്നത്, ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന്. അപ്പം ഏതൊരു കുടുംബത്തിലും പൗലോസിന്റെ സുവിശേഷം പഠിക്കാൻ പറ്റിയാൽ അതാണ് അവിടുത്തെ ആ ഒരു കുടുംബത്തിൽ ആ ഒരു പേരൻസിനായാലും മക്കളിലാണെങ്കിലും ഏറ്റവും വലിയ ജയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത് എന്റെ ഒരു കൺക്ലൂഷൻ ആണ് ഈ ഒരു സബ്ജക്റ്റിൽ. ബൈബിൾ അനുസരിച്ച് എന്തെങ്കിലും തെറ്റായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. താങ്ക് യു വെരി മച്ച്. കണ്ടുപിടിച്ചു കൊടുക്കുന്ന വിവാഹമാണോ ദൈവത്തിന് പ്രസാദകരം എന്നുള്ളതാണല്ലോ. അപ്പോൾ ഈ വിഷയം എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇതിൽ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നത്. കാരണം വിവാഹ ജീവിതം എങ്ങനെയായിരിക്കണമെന്നും നമുക്ക് വിവാഹ ജീവിതത്തിലൂടെ നമുക്ക് പല തിരിച്ചറിവുകൾ ലഭിച്ചത് കൊണ്ടും അത് പങ്കുവയ്ക്കുന്നത് വിവാഹം കഴിക്കാത്ത വ്യക്തികൾക്ക് ദൈവം അതിന് സഹായിക്കുമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് പങ്കുവയ്ക്കുന്നത് വളരെ അനുഗ്രഹമായിരിക്കും. പഴയ നിയമകാലത്ത് ദൈവം കൊടുത്ത നിയമങ്ങളല്ല, വിവാഹത്തിന് കൊടുത്ത നിയമങ്ങളല്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ടതെന്ന് നമുക്കറിയാം. പഴയ നിയമകാലത്ത് ഒരു വ്യക്തിക്ക് പല വിവാഹങ്ങൾ ചെയ്യാനുള്ള അനുവാദമുണ്ടായിരുന്നു, ബഹുഭാരിത്വം ഉണ്ടായിരുന്ന സമയമായിരുന്നു എന്ന് നമുക്കറിയാം. എന്നാൽ ആ സമയത്തും ദൈവം ഒരേ ഒരു കാര്യം മാത്രമാണ് നിബന്ധന വെച്ചിരുന്നത്. സ്വന്തം ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ യഹോവയെ ആരാധിക്കുന്ന വ്യക്തികൾ തമ്മിൽ പരസ്പരം വിവാഹം കഴിക്കണമെന്നൊരു കാര്യം മാത്രമേ ദൈവം അവിടെ നിബന്ധനയായിട്ട് വെച്ചിരുന്നുള്ളൂ. എന്നാൽ പുതിയ നിയമത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന അനുസരിച്ച് ഒരു വിശ്വാസിയായ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു വചനം പ്രസംഗിക്കുന്ന ഒരു വ്യക്തി ഏക ഭാര്യയുള്ള ഭർത്താവായിരിക്കണം, അല്ലെങ്കിൽ ഏക ഭർത്താവുള്ള ഒരാളായിരിക്കണമെന്ന് ബൈബിളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ മാതാപിതാക്കൾ കണ്ടുപിടിച്ചു കൊടുക്കുന്ന വിവാഹമാണെങ്കിലും നമ്മൾ ലവ് മാരേജിലൂടെ കണ്ടുപിടിച്ച വിവാഹം ആണെങ്കിൽ കൂടെയും അവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും പരസ്പരം എത്രമാത്രം മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ അവരുടെ സ്നേഹത്തിൻ്റെ ആഴം, അവരുടെ കുടുംബജീവിതത്തിലെ സന്തോഷം, അവരിലൂടെ ആ മക്കൾക്ക് ലഭിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ദൈവിക സ്നേഹം, അതൊക്കെയാണ് ദൈവത്തിന് പ്രസാദകരമായിട്ട് തോന്നുന്നത്. എന്നാൽ പലപ്പോഴും നമുക്ക് ലവ് മാരേജ് ചെയ്യുന്ന വ്യക്തികൾ അവർ ലവ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും അവരുടെ സ്വന്തം ശരിയായിട്ടുള്ള യഥാർത്ഥ വ്യക്തിത്വം അവർ പുറത്ത് കാണിക്കാറില്ല. അതുപോലെ തന്നെ അവർ യഥാർത്ഥ ജീവിതത്തിലൂടെയാണ് അവർക്ക് യഥാർത്ഥ രൂപം അവരുടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം അത് നമ്മൾ രണ്ട് കുടുംബത്തിൽ ജീവിച്ച, രണ്ട് വിശ്വാസത്തിൽ ജീവിച്ച വ്യക്തികൾ തമ്മിൽ ചേരുമ്പോൾ നമുക്കവരെ മനസ്സിലാക്കാൻ ഒത്തിരി സമയമെടുക്കും. ആദ്യത്തെ കുറച്ച് കാലങ്ങളൊന്നും നമുക്ക് പരസ്പരം മനസ്സിലാക്കാൻ പറ്റത്തില്ല. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ ചിലപ്പോൾ രണ്ട് വ്യത്യസ്ത കുടുംബത്തിൽ നിന്ന് വന്ന ആൾക്കാർ തമ്മിൽ, രണ്ട് പെർഫെക്ഷൻ ഇല്ലാത്ത രണ്ട് വ്യക്തികൾ തമ്മിൽ വിവാഹം ചെയ്യുമ്പോൾ അവർ കാലക്രമേണയാണ് അതെല്ലാം ശരിയായി വരുന്നത്. ഒരു ദിവസം രക്ഷിക്കപ്പെട്ടു, ഞാൻ യേശുക്രിസ്തുവിലായി എന്ന് പറയുന്ന ഒരു വിശ്വാസ ജീവിതം പോലെ തന്നെയാണ് വിവാഹ ജീവിതത്തിലും സംഭവിക്കുന്നത്. അതായത് നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ സമയത്തും നമ്മൾ യേശുക്രിസ്തുവിനെ ഓരോ പുതിയ തിരിച്ചറിവുകൾ ലഭിച്ച് നമ്മൾ ജീവിതത്തെ വ്യത്യസ്തപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ സുന്ദരമായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ വിവാഹ ജീവിതത്തിൽ നമ്മൾ ആദ്യമൊക്കെ നമ്മൾ പരസ്പരം തെറ്റുകളിലൂടെ അല്ലെങ്കിൽ പരസ്പരം വിട്ടുവീഴ്ചകളില്ലാതെ ജീവിച്ച് വരുമ്പം നമ്മൾ എത്രമാത്രം യേശുക്രിസ്തുവിനെ അറിയുകയും യേശുക്രിസ്തുവിൻ്റെ വചനത്തിൽ വളരുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഒന്നുകിൽ വിശ്വാസിയായ ഒരു ഭർത്താവായിരിക്കും, അല്ലെങ്കിൽ അവിശ്വാസിയായ ഒരു ഭാര്യയാണെങ്കിലും വിശ്വാസിയായ ഭർത്താവ് മൂലം ആ ഭാര്യയെ നേടുവാൻ ആ വിശ്വാസിയായ ഭർത്താവിന് സാധിക്കും. അതുപോലെ തിരിച്ചും. അതിപ്പം ദൈവം എല്ലാം ഒരു ഉദ്ദേശത്തിനായിട്ട് സൃഷ്ടിച്ചിരിക്കുക, അല്ലെങ്കിൽ ഉദ്ദേശത്തിനായിട്ടാണ് ദൈവം ഓരോ വിവാഹ ജീവിതവും ദൈവം നടത്തുന്നത്. ദൈവം അറിയാതെ അല്ല ഒരു കാര്യവും സംഭവിക്കുന്നത്. അതുപോലെ തന്നെ വിശ്വാസിയായ ഒരു ഭർത്താവിന് ഒരു പറഞ്ഞ കേൾക്കാത്ത ഭാര്യയും, അല്ലെങ്കിൽ പറഞ്ഞ കേൾക്കുന്ന ഭാര്യയ്ക്ക് ഒരു സ്നേഹമില്ലാത്ത ഭർത്താവിനെയും കിട്ടാൻ സാധ്യതയുണ്ട്.
അതുപോലെ മക്കളാണേലും വിശ്വാസികളായ മാതാപിതാക്കൾക്ക് അവിശ്വാസിയായ മക്കൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പം അതെല്ലാം ദൈവം അവരെ ഓരോ തീയിലൂടെ ശോധനയിലൂടെ കടത്തി വിടുന്നെന്ന് പറയുന്ന പോലെ അവരെ പെർഫെക്ഷൻ, അവരുടെ ആത്മാവിനെ നേടാൻ വേണ്ടി ദൈവം അവരെ ആ വഴികളിലൂടെ നടത്തുന്നതാണ്. കർത്താവിൻ്റെ സമയത്ത് തീർച്ചയായിട്ടും ആ വിശ്വാസിയെ കുടുംബത്തിലൊരു വിശ്വാസിയുണ്ടെങ്കിൽ ആ വിശ്വാസി മൂലം മറ്റു വ്യക്തികൾ ദൈവത്തിലേക്ക് അടുക്കുവാൻ തീർച്ചയായിട്ടും ദൈവത്തിന് സാധിക്കും. ആ വ്യക്തിയുടെ പ്രാർത്ഥനയും ദൈവത്തിലുള്ള ക്ഷമയോടുകൂടിയുള്ള ദൈവത്തിനോടുള്ള അവരുടെ പ്രാർത്ഥനയൊക്കെയും അല്ലെങ്കിൽ അവരുടെ ജീവിതം കണ്ടിട്ട് കർത്താവ് തീർച്ചയായിട്ടും അവരുടെ കുടുംബത്തെ മുഴുവനായിട്ട് നേടുവാൻ ദൈവത്തിന് സാധിക്കും. ഞാൻ ഇതിനകത്ത് മനസ്സിലാക്കുന്ന ഒരു ചെറിയ അഭിപ്രായം പറയാം. സുവിശേഷങ്ങളിൽ ആദം ദൈവത്തിന്റെ മകൻ എന്ന് സഹോദരന്മാരെ, പ്രേമവിവാഹം തെറ്റാണോ എന്നുള്ളതാണല്ലോ നമ്മുടെ മുഖ്യമായ വിഷയം. അപ്പോൾ തന്നെ ഇവിടെ വിവാഹത്തെക്കുറിച്ച്, വിവാഹം എന്ന് പറയുന്നത് ബൈബിളിൽ അങ്ങനെ കാണുന്നില്ല എന്നുള്ളൊരു രീതിയിൽ സംസാരം ഉണ്ടായി. ഞാൻ ഇതിനകത്ത് മനസ്സിലാക്കുന്ന ഒരു ചെറിയ അഭിപ്രായം പറയാം. സുവിശേഷങ്ങളിൽ ആദം ദൈവത്തിന്റെ മകൻ എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ദൈവമാണ് ആദത്തിന് ഒരു ഭാര്യയെ കൂട്ടിച്ചേർത്തെന്നുള്ളത് നമുക്കറിയാം. പലപ്പോഴും യൗവനപ്രായത്തിൽ അവർക്ക് അവരുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് സ്ത്രീയുടെ സൗന്ദര്യമോ അല്ലെ പുരുഷന്റെ സൗന്ദര്യമോ മാത്രമേ അവർക്ക് നോക്കാൻ സാധിക്കത്തുള്ളൂ. അതേസമയം മാതാപിതാക്കളാകുമ്പോൾ ഇച്ചിരി ബ്രോഡർ പെർസ്പെക്റ്റീവ് നമുക്ക് കാണാൻ സാധിക്കും. എപ്പോഴും വിവാഹം കഴിക്കുന്നത് പൊതുവെ അവരുടെ സംസ്കാരവുമായിട്ട് ചേർന്ന് നിൽക്കുന്നവരെയാണ് വിവാഹം കഴിക്കുന്നത് നല്ലത്. അപ്പോൾ അത് കൂടാതെ ബൈബിളിൽ അനേക വിവാഹങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. യേശുക്രിസ്തു കാനായിലെ കല്യാണത്തിന് പോയി എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ വിവാഹം എന്ന് പറയുന്നത് ബൈബിളിൽ നമ്മൾ പാരമ്പര്യമായിട്ട് കാണുന്നുണ്ട്. പിന്നെ ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്, പിണ ചേരരുത് എന്നൊരു വചനമുണ്ട്. പക്ഷെ ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് മനസ്സിലാകുന്നത് ബൈബിളില് വിശ്വാസി അവിശ്വാസിയോട് കൂട്ടുകൂട്ടരുത് എന്നുള്ള രീതിയിലാണ് അത് പറയുന്നത്. ഇനി സ്വന്തമായിട്ട് തിരഞ്ഞെടുക്കാൻ ഇപ്പൊ 20 മനുഷ്യൻ വിവാഹം കഴിക്കുമ്പോൾ അവൻ ആക്ച്വലി വാസ്തവമായിട്ടും ബൈബിൾ പറയുന്ന ഒരു റീജനറേഷൻ അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു വീണ്ടും ജന്മത്തിൽ കൂടെ അവർ കടന്നു പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് സാധ്യതയില്ല. അപ്പോൾ ഈ വാക്യം പിണചേരരുത് എന്ന് പറയുമ്പോൾ ഈ വാക്യം ഒരുപക്ഷെ അത് കളക്റ്റീവായിട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു കുടുംബത്തോടു കൂടെ കൺസൾട്ട് ചെയ്ത് വിവാഹം കഴിക്കുന്നതായിരിക്കും ഉത്തമം. പക്ഷെ ബൈബിളിനകത്ത് എങ്ങും അങ്ങനെ പറയുന്നില്ല. ആ കൺസെപ്റ്റ് ഒരുപക്ഷെ നമുക്ക് കാണാൻ സാധിക്കും. ആദമിന് ഹവ്വായെ ആദമിന്റെ പിതാവ് തന്നെയാണ് കണ്ടെത്തി കൊടുക്കുന്നത്. അതുപോലെ തന്നെ യഹൂദന്റെ ഈ കല്യാണ ആചാരങ്ങൾ നമുക്കറിയാം. പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ യേശുക്രിസ്തു അവരുടെ ഒരു ആചാരം അനുസരിച്ചാണ് അത് പറയുന്നത്. യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ ഇതുപോലെ മണവാട്ടി എന്ന് നമ്മൾ പല ഭാഗത്ത് കാണുന്നുണ്ട്. അപ്പൊ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വിവാഹം എന്ന് പറയുന്നത് എപ്പോഴും ഒരു പിതാവാണ് പറയുന്നത്. അവിടുത്തെ ഒരു ആചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവാണ് പറയുന്നത്, പോയി മണവാട്ടിയെ കൊണ്ടുവരാൻ ഒക്കെ പറയുന്നത്. ഇതാണ് എൻ്റെ ഒരു ഈ വിഷയമായിട്ട് ഉള്ള ഒരു ചെറിയൊരു അഭിപ്രായം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. വായിക്കുമ്പോൾ നമുക്കറിയാം കൂടുതലും നമ്മൾ കാണുന്ന അറേഞ്ച് മാരേജ്. സഹോദരങ്ങളെ, നമ്മുടെ ഇപ്പോഴത്തെ ചോദ്യവും ഇതിനു മുമ്പുള്ള ചോദ്യത്തിനും ഒരു ഉത്തരം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്നലത്തെ ചോദ്യം അറേഞ്ച് മാരേജ് ആണോ ലവ് മാരേജ് ആണോ, ഏതാണ് ദൈവസന്നിധിയിൽ പ്രസാദകരമായിരിക്കുന്നത് എന്നുള്ളതാണല്ലോ. നമ്മൾ പഴയ നിയമം വായിക്കുമ്പോൾ നമുക്കറിയാം കൂടുതലും നമ്മൾ കാണുന്ന അറേഞ്ച് മാരേജ് ആണ്. കാരണം നമ്മൾ കാണുന്നുണ്ട് അബ്രഹാമിന്റെ പുത്രൻ ഇസ്ഹാക്കിന് പിന്നെ റബേക്കെ വധുവായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അബ്രഹാമിന്റെ സെർവന്റിനെ വിടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളിലും വിവാഹം എന്നുള്ളത് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ യാക്കോബിന് ലാബാന്റെ അങ്കിളിന്റെ പുത്രിമാരെ വിവാഹം ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ വിവാഹത്തെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം ദൈവം അവർക്ക് ഒരു മാരേജ് ലോ കൊടുത്തിട്ടുള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട്.
അത് ആവർത്തന പുസ്തകം 7:3 നമ്മൾ കാണുന്നുണ്ട്. അതായത് ഇവര് ചെല്ലുന്ന രാജ്യത്ത്, ഇവർക്ക് ദൈവം കൊടുക്കുന്ന രാജ്യത്ത് ഇവര് ചെല്ലുമ്പോൾ ഒരു 8 കൂട്ടം ജാതികളെ കുറിച്ച് പറഞ്ഞിട്ട്, കനാന്യർ, ഹിത്യർ, പെരീസ്യർ, ജബൂസിയർ, ഇവരുടെ അടുത്ത് ചെല്ലുമ്പോൾ ഇവരുമായിട്ട് വിവാഹ സംബന്ധം ഉണ്ടാകരുത് എന്ന് പറയുന്നുണ്ട്. അവരുടെ പുത്രിമാരെ നിങ്ങളുടെ പുത്രന്മാർക്ക് ഭാര്യമാരായി എടുക്കുകയോ നിങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് ഭാര്യമാരായി കൊടുക്കുകയോ ചെയ്യരുത് എന്ന് ദൈവം ഒരു നിയമമായിട്ട്, കൽപ്പനയായിട്ട് മാരേജ് ലോ പോലെ പറയുന്നുണ്ട്. അപ്പം പഴയ നിയമത്തില് പിന്നെ ദൈവം കൃത്യമായിട്ട് നിയമം കൊടുത്തിട്ടുണ്ട്. അത് എന്താ പറയാ, അത് ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യണം, ആരെ കല്യാണം കഴിക്കണം, ആരെ കല്യാണം കഴിക്കരുത് എന്നൊക്കെ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ദൈവത്തിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് കല്യാണം കഴിച്ചിരിക്കുന്നവരുടെ ഒക്കെ പതനവും നമ്മൾ കാണുന്നുണ്ട്. സോളമന്റെ ജ്ഞാനം ചോദിച്ചപ്പോൾ സോളമന്റെ ദൈവം കൊടുത്ത കൃപയും അത് കഴിഞ്ഞ് സോളമൻ വീണു പോകാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഫറവോന്റെ മകളെ ഭാര്യയായിട്ട് എടുത്തതുകൊണ്ടാണ്. അവിടം തൊട്ടാണ് സോളമന്റെ അധപതനം സംഭവിക്കുന്നത് നമുക്കറിയാം. അപ്പം കല്യാണം ഒരു അധപതനത്തിന് വരെ കാര്യമാകുന്നുണ്ട്. കാരണം അത് ദൈവാരാധനയ്ക്ക് വേണ്ടിയിട്ട് സ്ത്രീകള് പിന്നെ ഇവരെ പ്രലോഭിപ്പിച്ച് അങ്ങനെ അവര് ദൈവാരാധന നടത്തുന്നതുകൊണ്ടാണ് ദൈവം അങ്ങനെ അവരുമായി വിവാഹ സംബന്ധം ചെയ്യരുത് എന്ന് പറയുന്നത്. അത് പഴയ നിയമത്തിലുടനീളം നമുക്ക് കാണാം. ദാവീദിനെ നമ്മൾ കാണുന്നുണ്ട്. ദാവീദിനും ഇതിന്റെ കോൺസിക്വൻസസ് അനുഭവിച്ച ആളാണ്. ഊരിയാവിന്റെ ഭാര്യ ബർഷേബയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് കൊലപാതകം ചെയ്തു. അങ്ങനെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ കോൺസിക്വൻസസ് ഉണ്ട്, ദാവീദിന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പഴയ നിയമത്തിൽ. എന്നാൽ പിന്നെ സുവിശേഷങ്ങളിലേക്ക് വരുമ്പം അതിലും യേശുക്രിസ്തു പറയുന്നത് പിന്നെ പരസംഗം മുഖാന്തരം അല്ലാതെ നിങ്ങൾ ഭാര്യയെ ഉപേക്ഷിക്കരുത് എന്നാണ് പറയുന്നത്. അവിടെ വിവാഹമുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. അന്ന് ശിഷ്യന്മാര് ചോദിക്കുമ്പോൾ ആരുടെ ഭാര്യയായിരിക്കണം, ഒരു ശാസ്ത്രി വന്ന് ചോദിച്ചപ്പോൾ 7 പേരുടെ ഭർത്താവായിരുന്നതിൽ ഇവൾ ആരുടെ ഭാര്യയായിരിക്കണം എന്ന് ചോദിച്ചപ്പം യേശുക്രിസ്തു പറയുന്നത്, പിന്നെ പുനരുത്ഥാനത്തിൽ നിങ്ങൾ വിവാഹം ചെയ്യുകയോ വിവാഹത്തിന് കൊടുക്കുകയോ ചെയ്യുന്നില്ല, അവിടെ നിങ്ങൾ ദൂതന്മാരെ പോലെ ആയിരിക്കും എന്ന് പറയുന്നു. അപ്പം മനുഷ്യരായിരിക്കുന്ന ജനങ്ങൾക്ക് പഴയ നിയമത്തിൽ മുഴുവൻ വിവാഹം എന്നൊരു കോൺസെപ്റ്റ് ദൈവം തന്നെ കൊടുത്തതാണ്. ദൈവം തന്നെ ഒരു എന്താ പറയാ, ഒരു നിയമമായിട്ട് കൊടുത്തതാണ് വിവാഹം എന്നത്. നമ്മൾ കാണാം, ആദാമിന് പറ്റിയ ഇണയായിട്ടുള്ള ഹവ്വായെ കൊണ്ട് മുന്നേ നിർത്തിയപ്പോഴാണ് ആദാമിനത് പറ്റിയതായെന്ന് ആദാമിന് തന്നെ തോന്നിയത്. ആദാമാണ് പേരിട്ടതും എന്നൊക്കെ നമുക്കറിയാം. വിവാഹത്തെ കുറിച്ച് ഉടനീളം നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, അതായത് ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ പിന്നെ ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ വിവാഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. അത് സ്നേഹം എന്നതിൽ അധിഷ്ഠിതമായിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 1 കൊറിന്ത്യൻസിന്റെ 7-ാം അധ്യായം വായിച്ചാൽ നമുക്കറിയാം, ഒരു അൺബിലീവറിനെ ഭാര്യയോ ഭർത്താവോ ആയിട്ട് എടുക്കാം എന്ന് വരെ അതിൽ പറയുന്നുണ്ട്. കാരണം ആ അൺബിലീവർ ആയിട്ടുള്ള ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ ബിലീവർ ആയിട്ടുള്ള ഭാര്യയും ഭർത്താവുമായിട്ട് ചേർന്ന് കഴിയുമ്പോൾ അവര് അതിനകത്തേക്ക് ആ ഫെയ്ത്തിലേക്ക് വരാനിടയാകും. അതുകൊണ്ട് അതുപോലും ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഇവിടെ വിവാഹം എന്നുള്ളതല്ല ഇവിടെ മെയിൻ പ്രശ്നം. സ്നേഹം, ആ സ്നേഹത്തെ ഉപമിക്കുന്നത് യേശുക്രിസ്തു നമുക്ക് വേണ്ടി സ്വന്തം ശരീരം നമുക്ക് വേണ്ടി തന്നതുപോലെ ആ സ്നേഹത്തെയാണ് അവിടെ ഭാര്യ ഭർത്ത ബന്ധത്തോട് പോലും ഉപമിക്കുന്നത്. അത്രയും വലിയൊരു സ്നേഹം ഭർത്താവ് സ്വന്തം ഭാര്യയെ അതുപോലെ സ്നേഹിക്കുമ്പോഴാണ് അതായത് സ്വന്തം ശരീരം കൊടുത്ത് അതുപോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുമ്പോഴാണ് ഭാര്യ ഭയഭക്തി ബഹുമാനത്തോടുകൂടി ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കുന്നത്. അവിടെ സ്നേഹത്തെയാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. പിന്നെ അവിടെയും പറയുന്നുണ്ട്, ദുർനടപ്പ് മൂലം ഓരോരുത്തരും സ്വന്തം ഭാര്യയും ഓരോരുത്തേക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ എന്ന്. അവിടെയും ദുർനടപ്പ് ഇല്ലെങ്കിൽ നമുക്കതിന്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്.
പിന്നെ പറയുന്നുണ്ട് വിവാഹം കഴിയാത്തവരോടും വിധവമാരോടും പറയുന്നത് അവർ എന്നെ പോലെ പാർത്തുകൊണ്ടാൽ കൊള്ളായിരുന്നു എന്ന് പറയുന്നുണ്ട്. ജിതേന്ദ്രിയത്വം ഇല്ലെങ്കിലോ അവർ വിവാഹം ചെയ്തു കൊള്ളട്ടെ. അതായത് സെൽഫ് കൺട്രോൾ ആണ് അവിടെ പറയുന്നത്. നമുക്ക് ഈ പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ തന്നിരിക്കുമ്പോൾ ഒരു ഇന്ദ്രിയ ജയം, സെൽഫ് കൺട്രോൾ, അത് ഈ ആരും പുറത്ത് അങ്ങനെ കാര്യമായിട്ട് പറയുന്നില്ല. പക്ഷെ ഈ ലോകം മുഴുവൻ പാപത്തിൽ കുടുങ്ങുന്നതിന്റെ ഒന്നാമത്തെ കാരണം ഈ ഇതാണ്, എക്സ്ട്രാ മാരിറ്റൽ അഫെയറും സെക്ഷുവൽ സിൻ തന്നെയാണ് ഒന്നാമത്തെ പാപം എന്ന് ഞാൻ പറയും. ബാക്കിയൊന്നുമല്ല. അതായത് ഒന്നാമത്തെ പാപം എന്ന് പറഞ്ഞാല് ദൈവത്തിൽ നിന്നും വേർപെട്ട് പോകുന്നതിന്റെ കാരണം അത് തന്നെയാണ്. കാരണം എന്താ പറയാ, നമ്മുടെ ശരീരത്തെ നമ്മൾ അശുദ്ധമാക്കുകയാണ് ചെയ്യുന്നത് ഈ ഇത് എന്താ എക്സ്ട്രാ മാരിറ്റൽ അഫെയറും ഒക്കെ ആയിട്ട്. ഇന്ന് സാത്താൻ നമ്മളെ പരീക്ഷിക്കുന്നതും നമ്പർ 1 ആയിട്ടുള്ള കാര്യം അത് തന്നെയാണ്. നമുക്ക് ഓരോ പ്രലോഭനങ്ങൾ കൊണ്ടുതന്ന് ഇങ്ങനെ ഈ ഏരിയയിലേക്കാണ് നമ്മളെ പിന്നെ പാപത്തിലേക്ക് കടക്കാൻ വേണ്ടി പ്രലോഭിപ്പിക്കുന്നതും. അപ്പം വിവാഹം എന്നത് നമ്മൾക്ക് വിലക്കുന്നൊന്നുമില്ല, വിവാഹം ചെയ്യാം. പക്ഷേ ജിതേന്ദ്രിയത്വം ഉണ്ടെങ്കിൽ വിവാഹം ചെയ്യണ്ട എന്നാണ് 1 കൊറിന്ത്യൻസിന്റെ 7 എനിക്ക് മനസ്സിലായത്. അങ്ങനെ പിന്നെ സെൽഫ് കൺട്രോൾ ഉണ്ടെങ്കിൽ ചെയ്യണ്ട. പിന്നെ അത് പൗലോസ് അപ്പോസ്തലൻ കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നത്, പ്രാർത്ഥനയിൽ അവസരം ഉണ്ടാകാൻ ഒരു സമയത്തേക്ക് പരസ്പര സമ്മതത്തോടെ അല്ലാതെ തമ്മിൽ വേർപെട്ടിരിക്കരുത്. നിങ്ങളുടെ അജിതേന്ദ്രിയത്വം നിമിത്തം സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കേണ്ടതിന് വീണ്ടും ചേർന്നിരിപ്പിൻ. അങ്ങനെ കല്യാണം കഴിച്ചവരോടാണ് പറയുന്നത്. അതുപോലെ തന്നെ സ്നേഹ വിവാഹത്തിനോ അല്ലെങ്കിൽ അറേഞ്ച് മാരേജിനോ വലിയ വില ഉണ്ടെന്ന് എനിക്ക് ഇപ്പം അല്ല അത്ര ഇമ്പോർട്ടൻസോ വ്യത്യാസമോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഈ കൃപായുഗത്തിൽ. വിവാഹം എന്നത് പറയുന്നത് നമ്മൾ സ്നേഹത്തിൽ പരസ്പരം യേശുക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നമ്മൾ സ്നേഹത്തിൽ ഒരു ശരീരവും ആയിരിക്കാൻ വേണ്ടിയിട്ടുള്ള ദൈവം കൽപ്പിച്ചാക്കിയ ഒരു ഇതാണ്, ലോയാണ്. അത് നമുക്ക് ആ സ്നേഹത്തിൽ തുടർന്നാൽ നല്ലത് തന്നെയാണ്. അറേഞ്ച് മാരേജ് ആയാലും ലവ് മാരേജ് ആയാലും അതിൽ വ്യത്യാസം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.